മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയും. മതനിരപേക്ഷതയും ഇല്ലാതാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന നടപടിയുടെ ഭാഗമാണ് SDP-യുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ അന്യായമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, SDP-യെ മാത്രമല്ല ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ സംഘടനകളെയും സ്ഥാപനങ്ങളെയും വരുതിയിലാക്കാനും അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യയെ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം അറസ്റ്റുകളും ഇല്ലായ്മകളും ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ കള്ളക്കേസുകൾ കുടുക്കി, അതുപോലെ NIA EDയെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായി അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാരം അവരുടെ ഭരണം തുടങ്ങുന്നതും അപ്പോൾ തന്നെ ആരംഭിച്ചതാണ്. ഒന്നെങ്കിൽ ഇവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഇവർ കൊന്നുകളയും, അതല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചുകൊണ്ട് അവരെ വഴുതിയിലാക്കും. കൊന്നു കഴിയാത്തവരെ പ്രലോഭിപ്പിച്ച് വഴുതിയിലാക്കാൻ പറ്റാത്തവരെ EDയെയും NIAയെയും ഉപയോഗിച്ചുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലെടുക്കും. അതാണ് ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് വൻ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ട് കലാപഭൂമിയാക്കാൻ വേണ്ടി വൻ സ്ഫോടനങ്ങൾ നടത്തി. സംജോത എക്സ്പ്രസിലും മലകാവിലും സ്ഫോടനം നടത്തി. അതിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ ചേർക്കപ്പെട്ടത് രാജ്യത്തിന്റെ പിന്നോക്ക ജനവിഭാഗങ്ങളായിരുന്നു. പക്ഷേ സമർത്ഥനായ പോലീസ് ഉദ്യോഗസ്ഥൻ കർക്കരെ അത് ഹിന്ദുത്വ ഫാസിസമാണ് ചെയ്തത് തിരിച്ചറിയുകയും അവരെ കയ്യാമം വെച്ച് സ്വാമി പ്രജ്ഞാ സിംഗ് ടാഗോർ, സ്വാമി അസീമാനന്ദ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചപ്പോൾ കർക്കരക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ 17 വർഷക്കാലം കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെയാണ് എന്ന് രാജ്യത്ത് പത്രം വായിക്കുന്ന, ചാനലുകൾ കാണുന്ന, സാമൂഹ്യ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അറിയാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളില് ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായ സമരങ്ങളിൽ നിങ്ങൾക്ക് SDP-യെ കാണാൻ കഴിയും. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും ജനവിരുദ്ധമായ നയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പ്രതിഷേധവുമായി രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധവുമായി ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളില് കർണാടകയില് ഏതാണ്ട് 7 പഞ്ചായത്തുകൾ SDP നേരിട്ട് ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട്. കോൺഗ്രസുമായി കൂട്ടിച്ചേർന്ന് വേറെയും പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. ഉത്തർപ്രദേശില് ജില്ലാ പഞ്ചായത്ത് അംഗമുണ്ട്, ജാർഖണ്ഡില്. ഇങ്ങനെ തുടങ്ങിയിട്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. നിയമസഭയിലും ലോക്സഭയിലും പ്രതിനിധികളില്ലെങ്കിലും 700-ലധികം ജനപ്രതിനിധികളുള്ള ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം ചെറിയ കാലയളവില് ഏതെങ്കിലും മുന്നണികളുമായുള്ള ബന്ധത്തിന്റെ പേരിലല്ലാതെ. നിങ്ങള് നമ്മുടെ സംസ്ഥാനത്ത് 2 പ്രളയം കഴിഞ്ഞു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വളണ്ടിയേഴ്സിനെ കാണാത്ത ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ദുരിതാശ്വാസ മേഖലയിൽ, ദുരന്ത നിവാരണ മേഖലയിൽ. അതങ്ങ് വയനാട്ടിലെ പുഞ്ചിരിമട്ടത്ത് മേപ്പാടിയിലെ
വലിയ ഉരുൾപൊട്ടലിലും കവളപ്പാറയിൽ എവിടെയായാലും മനുഷ്യര് പ്രസ്ഥാനം. മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ടോ? ഫാസിസത്തോട് ഒരു നിലക്കും സന്ധി ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി പാർലമെന്റിലൂടെ ചുട്ടെടുക്കുന്ന നിയമങ്ങളിൽ പലതും ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്, മുസ്ലിം വിരുദ്ധമായ നിയമങ്ങളാണ് പലതും ചുട്ടെടുക്കുന്നത്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. സ്വതന്ത്ര ഇന്ത്യ ആദ്യമായിട്ടാണ് പൗരത്വത്തിന് മതം മാനദണ്ഡമാകുന്നത്. മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടിയും മറ്റ് ചില സാമൂഹിക സംഘടനകളും ഒക്കെ ചേർന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് വലിയൊരു ഹർത്താൽ കേരളക്കരയിൽ നടത്തിയിട്ടുണ്ട്. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിറ്റിസൺമാർ നടത്തിയിട്ടുണ്ട്. അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണങ്ങൾ എന്ന് പറഞ്ഞാല് ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ, വിവേചനമല്ല. മുത്തലാഖ് നിയമം നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് പാസാക്കി. മുത്തലാഖ് നിയമം പാസാക്കി നമ്മുടെ രാജ്യത്ത് 3 വർഷം തടവ് ഉപയോഗിക്കേണ്ടി വരും, പിഴയും ഒടുക്കേണ്ടി വരും. ആ നിയമപ്രകാരം നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി മുത്തലാഖ് വഴി വിവാഹമോചനം സാധ്യമല്ലെന്ന് അസന്നിഗ്ധമായി പറഞ്ഞതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ മുത്തലാഖ് നിയമം കൊണ്ടുവരുന്നത്. ഒരു സിവിൽ കരാറിനെ, ഒരു വിവാഹ ബന്ധത്തെ അത് വിച്ഛേദിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായിട്ട് രാജ്യത്ത് മുസ്ലിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കുമില്ല. വിവേചന ഭീകരതയാണ്. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ ആരെങ്കിലും ആവട്ടെ, അവർക്കൊന്നും ബാധകമല്ല ആ നിയമം. അത് രാജ്യത്തെ മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിവേചന ഭീകരതയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. ആസാമില് അങ്ങനെ തുടങ്ങിയ BJP-യുടെ സംസ്ഥാനങ്ങളിൽ ചിലയിടത്തൊക്കെ കോമൺ സിവിൽ കോഡ് പാസ്സായെന്നാ പറയുന്നത്. എന്നാൽ ഗോത്രവർഗക്കാർ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്, പ്രത്യേക വിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് കോമൺ സിവിൽ കോഡ് ആവുന്നത്? കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ വിരുദ്ധ മുസ്ലിം വിരുദ്ധ സിവിൽ കോഡാണ്. ന്യൂനപക്ഷങ്ങളെ വിശിഷ്യ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ ബാഗുകൾ പരിശോധിച്ച് അതിൽ മനുഷ്യമാംസമുണ്ടോ എന്ന്, അല്ല അതിൽ പശുവിന്റെ മാംസമുണ്ടോ എന്ന് രാജ്യത്തെ ട്രെയിനുകളിൽ ബാഗുകൾ പരിശോധിക്കപ്പെടുമ്പോൾ, രാജ്യത്തിന്റെ തെരുവുകളിൽ പള്ളികൾക്ക് താൽപോളകൾ കൊണ്ട് മൂടപ്പെട്ട് കിടക്കുമ്പോൾ, ഹോളിയുടെ പേരിൽ നിരപരാധികൾ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ കൊല ചെയ്യപ്പെടുമ്പോൾ, ഉത്തർപ്രദേശിന്റെ തെരുവുകളിൽ അവിടുത്തെ ഭരണഭൂമികളുടെ ഒത്താശയോടെ നിരപരാധികൾ വേട്ടയാടപ്പെടുമ്പോൾ, ആയിരക്കണക്കിന് വീടുകൾ ആയിരക്കണക്കിന് മദ്രസകളും പള്ളികൾക്കുമെതിരായി ഈ ബുൾഡോസർ രാജ്യം തുടരപ്പെടുമ്പോൾ, രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ UAPA ചുമത്തപ്പെട്ടി ആയിരക്കണക്കിന് 75,000 നിരപരാധികൾ തലക്കൽ പാലത്തിൽ കിടക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിന് വേണ്ടി പണിയെടുത്തവരാണോ നമ്മുടെ പൂർവികർ? സൂര്യനെ സമീപിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തികളോട് പടവരുത്തിയവരാണോ നമ്മുടെ പൂർവികർ? മഹാനായ വാര്യം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് പോലീസുകാരൻ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ട് ആ മഹാനായ വാര്യം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ, നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ പരമാധികാരം വേണോ എന്ന് ചോദിക്കപ്പെടുമ്പോൾ, വാര്യം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജി പറയുന്ന ഒരു മറുപടിയുണ്ട്. എന്താ മറുപടി? എന്റെ കൈകളിൽ നിങ്ങൾ തൂക്കുമരത്തിലേക്ക് കയറ്റുമ്പോൾ എന്റെ കണ്ണുകൾ കേട്ടരുതോ, എന്റെ പുറകിൽ നിന്ന് വെടിവെക്കരുത്, എന്റെ മുന്നിൽ നിന്ന് എന്നെ വെടിവെക്കുക എന്ന് പറഞ്ഞ വാര്യം കുന്നത്ത് കുഞ്ഞ് അഹമ്മദ് ഹാജിയുടെ പിന്മലക്കാർ SDPയുടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി MK ഫൈസി എന്ന നമ്മുടെ സഹോദരനെ വിട്ടേക്കണമെന്ന് രാജ്യത്തെ കേന്ദ്ര ഫാസിസ്റ്റ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. സോഷ്യൽ ജസ്റ്റിസ് ഫോറം എന്ന ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ അഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബഹുമാന്യനായ മുഖ്യ ഫൈസിയെ നിരുപാധികം കയക്കുക എന്ന പേരിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഐക്യദാർഢ്യ സംഗമത്തിന് വെൽഫെയർ പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ഐക്യദാർഢ്യവും
പിന്തുണയും അറിയിക്കുകയാണ്. നമ്മുടെ രാജ്യം 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയതിനു ശേഷമുള്ള മുസ്ലിം ജനവിഭാഗത്തിന്റെ നേതൃചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫാസിസത്തെ കുറിച്ച് പറയാറുണ്ട്. നേരത്തെ ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞതുപോലെ ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ നടന്നിട്ടുള്ള ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫാസിസമാണോ എന്ന് ഇനിയും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, രാജ്യത്ത് ഇതുപോലെ ഭീകരമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ഭീകരത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം, ദലിത്, ആദിവാസി, ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളോടൊക്കെയും ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളതും അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതും രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കുന്നതിനും ഇവിടെ സാമൂഹ്യ നീതി നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ SDPIയുടെ ദേശീയ പ്രസിഡന്റ് ഇത്തരത്തിൽ ED അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ തുറുങ്കിലടക്കുകയും ചെയ്യുമ്പോൾ വെറുതെ ഇരിക്കുവാൻ ഞങ്ങളുടെ പാർട്ടിക്കാകില്ല. നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തെയും വെൽഫെയർ പാർട്ടി എന്നും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ രാജ്യം കഴിഞ്ഞ 10 വർഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശിഷ്യ ന്യൂനപക്ഷ വിഭാഗങ്ങളും മുസ്ലിം വിഭാഗവും ഒക്കെ വലിയ അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള ജാവേദ് മുഹമ്മദിന്റെ വീട് ഉത്തർപ്രദേശിൽ ബുൾഡോസ് ചെയ്തത് നിങ്ങൾക്ക് ഏവർക്കും അറിഞ്ഞിരിക്കും. പ്രവാചക നിന്ദ നടത്തിയിട്ടുള്ള നുപൂർ ശർമ്മക്കെതിരെ ഉത്തർപ്രദേശിൽ പ്രക്ഷോഭങ്ങൾ നടത്തി എന്ന കാരണത്താലാണ് അദ്ദേഹത്തിന്റെ വീട് ബുൾഡോസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി അഫ്രീൻ ഫാത്തിമയോട് ദേശീയ മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട് ഒരു ദിവസം ബുൾഡോസ് ചെയ്തിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ പുഞ്ചിരിയോട് കൂടി നിൽക്കാൻ കഴിയുന്നത് എന്ന്. മരണത്തെ ഭയപ്പെടാത്ത ഒരു വിഭാഗം എന്തിനാണ് യോഗിയെയും മോഡിയെയും ഭയപ്പെടുന്നത് എന്നാണ് ആ വിദ്യാർത്ഥി JNUവില് കൗൺസിലായി വിജയിച്ചിട്ടുള്ള ആ വിദ്യാർത്ഥി ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ സമുദായത്തിന്റെ ഊർജം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ SDPIയോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാവുമെന്നാണ് ആമുഖമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ സ്പോൺസേഡ് വംശഹത്യ എന്ന് വേണം പറയാൻ. ഇവിടെ ഉദ്ഘാടകനൊക്കെ പറഞ്ഞതുപോലെ സംഘപരിവാർ അതിന്റെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ഒന്നാമത്തെ ശത്രുക്കളായി കണ്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ജനവിഭാഗത്തെയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിന് ശേഷമുള്ളത് സർക്കാർ സ്പോൺസേഡ് വംശഹത്യയാണ്. മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യുക, അതുപോലെ ക്രിസ്ത്യാനികളെ വംശഹത്യ ചെയ്യുക, കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുക, ആദിവാസികളെയും ദലിതരെയും അടിമകളാക്കി വെക്കുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെയുള്ള ഓരോ ആഘോഷങ്ങളിലും കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലുള്ള ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഹിന്ദുത്വവാദികള് ഹിന്ദുത്വ ആഘോഷങ്ങളെയൊക്കെയും എങ്ങനെയാണ് നമ്മുടെ നാട്ടിലും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് നേർസാക്ഷ്യം നമുക്ക് പരിചയമുള്ളതാണ്. അക്രമാത്മകമായിട്ടുള്ള കലാപമുണ്ടാക്കുന്ന മറ്റു മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളെ തകർക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വംശഹത്യയുടെ ഭാഗമാണ്. സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് മുസ്ലിം വംശഹത്യ എന്ന് പറയുന്ന ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മുടെ രാജ്യത്ത് നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ സന്ദർഭങ്ങളിലൊക്കെയും സംഘപരിവാറിനെതിരെ ഒന്നിച്ചു നിൽക്കണമെന്നും വംശീയ ഭരണകൂടം നിരന്തരമായി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകളെ
വേട്ടയാടുകയും പല കാരണങ്ങൾ പറഞ്ഞ് വേട്ടയാടി അവരുടെ ജീവനും സ്വത്തിനും ബന്ധുക്കൾക്കൊക്കെ പല രീതിയിലുള്ള ഭീഷണികളൊക്കെ മുഴക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ഞാൻ സോൾഡാരിറ്റി മൂവ്മെന്റിന്റെ അഭിവാദ്യം അറിയിക്കുകയാണ്. ആചാരങ്ങളും നിർവഹിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുക, ഐക്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. ചില ആളുകൾക്ക് വിചാരിക്കുന്നത് അത് മെല്ലെ എന്നേയുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ ഈ ആരൊക്കെയാണ് ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്നത് അവരൊക്കെ ഈ ഫാഷിസം വേണ്ടിയാണ്, ഈ വംശീയ ഭരണകൂടം വേണ്ടിയാണ്. നമുക്കറിയാം, ഈ റമദാൻ മാസം തുടങ്ങിയതിന് ശേഷം ഈ രാജ്യത്തെ പലയിടങ്ങളിലായി നിരന്തരം വംശീയ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റമദാൻ മാസം തുടങ്ങിയ ശേഷം പ്രത്യേകിച്ച് ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ടും അല്ലാതെ റമദാൻ മാസവുമായി ബന്ധപ്പെട്ടൊക്കെ പല രീതിയിലുള്ള, ഇന്നലെ കണ്ട ഒരു വീഡിയോ, അത്താഴ സമയത്ത് ബൈക്കിൽ വന്ന രണ്ട് യുവാക്കളൊന്ന് വെടിവെച്ച് അതിൽ ഒരുത്തന്നെ വെടിവെച്ച് ഇടുകയും അവർ പെട്ടെന്ന് പോവുകയും ചെയ്യാൻ ആലോചിച്ചോണം. ഗണ്ണ് രണ്ടുപേരുടെ ബൈക്കിൽ വന്ന രണ്ടാളുകളുടെയും കയ്യിൽ തോക്കുണ്ട്. വളരെ ഈസി അനായാസത്തോടു കൂടിയാണ് അവർക്ക് ഈ രണ്ടാൾക്ക് നേരെ വെടിവെക്കുന്നത്. എത്രത്തോളം ഭയാനകമായ രീതിയിലാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകുന്നുള്ളത് എന്ന് നമുക്കറിയാം. ഈ ഒരു സമയത്ത് പരമാവധി ആളുകളുടെ ആളുകളെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതും ആളുകളെ ബോധവൽക്കരിക്കുക. ഇപ്പോഴും നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ തന്നെ പല ആളുകളുടെയും മനസ്സിൽ ഇതൊന്നും വലിയൊരു കാര്യങ്ങളല്ല. City Gold and Diamonds, Kerala and Karnataka. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ.